കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, ഉച്ചപൂജ തൊഴുതു. ഇന്ന് നല്ല ഒരു ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴണ്ടേ? എല്ലാവരും വരൂ, നമുക്ക് തൊഴാൻ പോവാം. നമ്മൾ ഇപ്പോൾ ഗുരുവായൂരെത്തിയിട്ട് നല്ല തിരക്കാണ്. ആ തിരക്കിലെ ക്യൂവിലൊക്കെ നിന്ന് നമ്മളാ ഗോപുരനടയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ അധികനൊക്കെ വന്ന് മുന്നിലേക്ക് എത്തുന്ന വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. അവിടെ അത്യാവശ്യം തിരക്കാട്ടോ. തിരക്കിലൂടെയൊക്കെ നമുക്കൊന്ന് പതുക്കെ അങ്ങോട്ട് കയറുക. അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കാണണം കേട്ടോ. നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കൊരു കുറച്ച് സമയം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു പൊടിക്ക് എന്താ പറയുക, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ സമയം നമ്മൾ ആ ഇറങ്ങുന്ന സമയത്തൊന്ന് നിൽക്കാൻ പറ്റും. നമ്മളെന്തായാലും വലതുവശം ചേർന്നിട്ട് തന്നെ ഇടതുവശത്ത് കൂടെ വന്നു, പക്ഷെ വലതുവശത്തേക്ക് മാറി. കാരണം അവിടെ ആകുമ്പോഴാണ് നമുക്കവിടെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ പൂന്താന മേൽപ്പത്തൂർ ഭട്ടതിരി ഇരുന്നിരുന്ന ആ പീഠത്തിലേക്കൊന്ന് നോക്കി, ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി, ആ നരസിംഹത്തിൻ്റെ ആ തൂണിലേക്കൊന്ന് നോക്കി, അവിടേക്കൊക്കെ ഒന്ന് നോക്കി തൊഴുതു. അങ്ങനെ ഗുരുവായൂരപ്പനെ നോക്കി തൊഴുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് കാണാം. ഇന്ന് ഗുരുവായൂരപ്പന് ആ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കൃഷ്ണപ്രസാദ ഒതിക്കനാണ്, പഴയ കൃഷ്ണപ്രസാദ ഒതിക്കനാണ്. നന്നായിട്ട് ഒരു ചമ്രം പടിഞ്ഞിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. എല്ലാവരും നോക്കിക്കോളൂ, ആ ശ്രീലകത്തേക്ക് നോക്കൂ കേട്ടോ. എല്ലാവരും നോക്കിക്കോളൂ. ആ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കാണുന്നത് ആ ചമ്രം പടിഞ്ഞിങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണോ സംശയം. 2 കൈ കാലിൻ്റെ ഇതിന് മുകളിലിങ്ങനെ 2 കൈയും വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ധ്യാനത്തിലിരിക്കുന്ന പോലെയുള്ള ആ ഒരു ഇതാ. പക്ഷെ കണ്ണ് ചീമ്പിയിട്ടൊന്നുമില്ല, നമ്മളെ നോക്കിയിട്ട് തന്നെയാണ് ഇരിക്കണത്. ആരൊക്കെയാണ് വരുന്നത് നോക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. എന്താ പറയുക, മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ടുണ്ട്. 3 മയിൽപ്പീലി കളഭം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു സ്വർണ്ണ ഗോപി ഉണ്ട്. കഴുത്തിൽ നല്ലൊരു ഹാരമുണ്ട്. നെക്ലസ് ഉണ്ട്, മാങ്ങാമാല ഉണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. കൈകളിലും കായൽത്തടകളും കൈവളകളൊക്കെ കാണാനുണ്ട്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ഇരിക്കണം. അത്യാവശ്യം വയറൊക്കെ ആയിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ. ആ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, നേദ്യമൊക്കെ കഴിച്ചതാണേ. അപ്പോൾ നേദ്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ സമയമാണല്ലോ. അപ്പോൾ നല്ല സുന്ദര കുട്ടനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ മുഖത്തെ ആ പ്രസാദം തന്നെ എന്താ ഒരു രസം എന്നറിയോ, കാഴ്ച. നമ്മളെല്ലാവരും നോക്കിക്കോളൂ കേട്ടോ, എല്ലാവരും കണ്ടോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ ആ പാതാള അഞ്ചല ശിലയിൽ ഉള്ള രൂപീകരിച്ച ആ ഒരു മഹാവിഷ്ണു പൂജിച്ച ദേവന്മാരൊക്കെ പൂജിക്കുന്ന ആ വിഗ്രഹം നമ്മളും ദർശിക്കുകയാണ്. അതിലെ കളഭാലങ്കാരം ദർശിക്കണം. ആ കളഭാലങ്കാരം, ആ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന, ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ നോക്കി തൊഴുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ പൊന്നുണ്ണിക്കണ്ണ കാത്തോളണേ. നമ്മൾ ഓരോരുത്തരും ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ തൊഴുകയാണ്. എല്ലാവരുടെയും മനസ്സിലെ വിഷമങ്ങളും വ്യതകളൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കുക. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുതു. നമ്മളിങ്ങനെ സോപാനപ്പടിയുടെ അവിടെ നിന്ന് ഒന്നും കൂടി നോക്കി തൊഴുതപ്പോൾ നല്ല രസമാണ് കാഴ്ച. ആ തിളങ്ങി നിൽക്കുകയാണല്ലോ, ശ്രീകോവിലിൻ്റെ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല ആ ഒരു കാഴ്ച തന്നെയാണ്. കാരണം നെയ്വിളക്കിൻ്റെ എല്ലാ പ്രഭയും കൂടി കണ്ടതാവുമ്പോഴേ സ്വർണത്തിൻ്റെ വർണ്ണവും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല കാഴ്ച തന്നെയാണത്. പിന്നെ കളഭം മഞ്ഞ കളറ് പോലെ തന്നെയാണല്ലോ, അപ്പോൾ അതും കാഴ്ച തന്നെയാണ്. നല്ല കണ്ണിന് എന്താ പറയുക, നയനാനന്ദകരമാണ് ആ ഒരു കാഴ്ച. നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്ന് ഇന്നത്തെ ഉച്ചപൂജ ദർശിച്ചു. അപ്പോൾ എല്ലാവരും കണ്ടോളൂ.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞു ഇനി നേരെ ഗണപതിയുടെ അവിടേക്ക് നോക്കുകയാണ്. ഗണപതിയുടെ അവിടെ അത്യാവശ്യം തിരക്ക് തന്നെയാണ് കേട്ടോ. ഗണപതിയുടെ അവിടുന്ന്, അതായത് ആ സൈഡിൽ കൂടെ നമ്മളങ്ങനെ നോക്കി ഇങ്ങനെ വരുമ്പോൾ അവിടെ നോക്കി ഗണപതിയുടെ അവിടേക്ക് ഒന്ന് കയറി. ഏത്തമിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ കുറച്ചും കൂടി മാറി നിന്നിട്ട് ഏത്തോട്ടു. സരസ്വതി അറയിരിക്കും നോക്കിയിട്ട് സരസ്വതി ദേവീനെ കുമ്പിട്ടു. അങ്ങനെ അതിന് ശേഷം ആ സൈഡിൽ അതാ ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ശില. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരം നിൽക്കാം. കാരണം അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഗണപതി തന്നെയാണല്ലോ. അപ്പോൾ ആ ഗണപതിനെ അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു. കാരണം മുന്നിൽ അത്ര നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ആ പിന്നിലെ ഗണപതിയുടെ അമ്പലത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ആ മേൽശാന്തി അതാ പൂജയൊക്കെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കണം. മേൽശാന്തി അല്ല, ഇവരെ കൃഷ്ണപ്രസാദ് ഓദിക്കനുണ്ടെന്ന് അവിടെ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ ഒന്ന് മുട്ടുകുത്തിയിട്ട് നമസ്കരിച്ചാൽ മതി കേട്ടോ. സാഷ്ടാംഗം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും നമസ്കരിച്ചോളൂ. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ആ അനന്തശായിയായ അനന്തപത്മനാഭനെ നല്ല അലങ്കാരമാണ് കേട്ടോ. മാലകളൊക്കെ ഇട്ടിട്ട് നല്ല വിധാനത്തിലാണെന്ന് അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയും ഇവിടെയും നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് തൊഴുന്നു. നമ്മളെ പ്രാർത്ഥനകളൊക്കെ അവിടെയും തൊഴുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ കൂടെ തന്നെ പതുക്കെ അങ്ങനെ അവിടെയൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട് ഇപ്പുറത്ത് കൂടെ. നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങനെ പോയി മുരുകൻ്റെ അവിടെ നിന്ന് തൊഴുതു. ബാക്കി അത് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി തൊഴുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അവിടെ എത്തി. കുങ്കുമം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒന്നാരോ അധികം ഇട്ടതൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും ആ കുങ്കുമം ഒന്ന് ഇട്ടു, നമ്മളൊന്ന് നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ടു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ആ വസുദേവരെയും ഒക്കെ കണ്ടു. അങ്ങനെ നമ്മളിങ്ങോട്ട് കോവിലിൻ്റെ അവിടേക്ക് എത്തി. കോവിലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇതാ വേഗം വരൂ ഇതാ അടയ്ക്കാൻ പോവുകയാണ് അവിടെ ആ ഭാഗം. ആ മണിക്കിണറിൻ്റെ അവിടെ ഇതാ അടയ്ക്കാൻ നിൽക്കുക. അടക്കല്ലേ എന്ന് പറയുന്നു. നമ്മൾ ചെല്ലണു. താമരക്കണ്ണനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓടിച്ചെന്ന് ആ താമരക്കണ്ണനെ കാണുന്നു. ആ കൽപ്പകവൃക്ഷം നോക്കി തൊഴുതു. താമരക്കണ്ണൻ്റെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമമാണേ. കാരണം അവിടെ ഇത്രയും ചെന്നിട്ട് ആകെ ഒരു വട്ടം ഒന്നാണ് കയറി ചെല്ലണമെങ്കിൽ തന്നെ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് അത് ഗുരുവായൂരപ്പൻ തന്നെ വേണം അവിടെ കാണാൻ. അപ്പോൾ അങ്ങനെ അവിടെയും തൊഴുതു, പ്രാർത്ഥിച്ചു. അതും കഴിഞ്ഞു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് എവിടെയാണ് താമരക്കണ്ണൻ എനിക്ക് തോന്നുന്നു നമ്മൾ പറയണതൊക്കെ കേട്ടിട്ട് വന്നവരാണോ എന്നറിയില്ല. എന്തായാലും അവിടെ കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു അതായത് ഇന്ന സ്ഥലത്താണ്, നോക്കിക്കോളൂ, കണ്ടോളൂ. കാരണം നമുക്ക് ഇനിയിപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയിച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. കാരണം മറ്റുള്ള ഭക്തർക്ക് അത് കിട്ടട്ടെ, ആ ഒരു പുണ്യം. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. അതും കഴിഞ്ഞിട്ട് നമ്മൾ മണിക്കിണറിൻ്റെ അവിടുന്ന് നൃത്താറയിലേക്ക് നോക്കി. അവിടെ പ്രകാശപൂരിതമായിട്ട് തന്നെ നിൽക്കണു. കാരണം കിടാവിളക്കായിട്ട് ഇങ്ങനെ കത്തി നിൽക്കണു. അപ്പോൾ കണ്ണൻ എപ്പോഴാവളോ വന്ന് കളിക്കണമെന്ന് അറിയില്ല. കളിക്കുന്നുണ്ടാവും, കളിക്കാതിരിക്കില്ലല്ലോ. മൂപ്പരൊക്കെ എപ്പോഴാണ് ആ ഒരു സമയം കിട്ടണമെന്ന് വെച്ചാലേ ആ സമയത്ത് വന്നിട്ട് നൃത്താറയിലുണ്ടാവും. വില്യമംഗലത്തിന് മാത്രമേ കാണിച്ചു കൊടുക്കൂ, നമുക്ക് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യുക? നമ്മളും പ്രാർത്ഥിച്ചു നോക്കുക ഏതെങ്കിലും ഒരു സമയത്ത് കാണിച്ചു തന്നാലോ. അങ്ങനെ അവിടെയും തൊഴുതു. അങ്ങനെ തൊഴുതിട്ട് നമ്മൾ വടക്കേ നടയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ കുറൂരമ്മയുടെ അവിടെ ആ നാരദനെ ഒക്കെ പാടൊന്ന് കണ്ടു. അങ്ങനെ വടക്കേ നടയിലെത്തി. വടക്കേ നടയിൽ നിന്ന് നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് ആ പ്രസാദം ഉണ്ട്. അന്ന് തീർത്ഥമൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെയാണ് ആ വാഗച്ചാർത്തിൻ്റെ തീർത്ഥം കിട്ടുള്ളേ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ലല്ലോ. നേരെ നമ്മൾ എടത്തരികത്താവ് കാവിലമ്മേനെ നോക്കുക. അവിടെയും തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ഇതിനെ പോയി നോക്കുമ്പോൾ അവിടെ അടച്ചെന്നു. എന്നാൽ നേരെ വഴിയിൽ തന്നെ പോവാം. അങ്ങനെ പോയി അവിടെ ചെന്നു. എടത്തരികത്താവിലമ്മ നല്ല എന്താന്ന് നല്ല സൗന്ദര്യത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആ പട്ടൊക്കെ ഇങ്ങനെ ഞെറിഞ്ഞെടുത്ത് നല്ല കളഭം തന്നെയാണ് അലങ്കരിച്ചിരുന്നു. ചന്ദന കളഭാന്നറിയില്ല, നല്ല അലങ്കാരമൊക്കെ ഉണ്ട്. നല്ല ആ ഒരു തേജസ്സുറ്റ ഭാവത്തിലാണ്. നവരാത്രി കാലമാവുകൊണ്ടേ ഈ തോന്നുന്നു പ്രത്യേക ചൈതന്യം അങ്ങോട്ട് എത്തിയണു എന്നാണ് തോന്നുന്നത്. നല്ലൊരു കാഴ്ച കേട്ടോ. എന്നാൽ ദേവീനെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേവീനെ കണ്ടോളൂ കേട്ടോ. കൂടെ ഉള്ളവരൊക്കെ കണ്ടോളൂ, നമ്മളെ ഭക്തരെല്ലാവരും കണ്ടോളൂ. നല്ലൊരു കാഴ്ചയാണ്.
കണ്ടോളൂ, തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ തൊഴുതിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഓവ് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂരപ്പാ കാത്തോളണേ, അപ്പനും അമ്മേനെയും കാത്തു രക്ഷിക്കാൻ വേണ്ടി അപ്പനും അമ്മേനെയും നമ്മൾ തൊഴണു, നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് കഴിഞ്ഞിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പോരണു. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി, കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കി തൊഴുതു. അവിടെ നല്ല തിരക്കാണ്, അതിൻ്റെ ആ സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അങ്ങോട്ട് പോന്ന് അവിടെ നിന്നോട്ട് ഒന്ന് നോക്കാം, ഒന്നും കൂടി ആ തിരുമുഖ ദർശനം കിട്ടുമോ നോക്കുക. ചെറിയൊരു തോതിൽ ആ വെളിച്ചം കാണാനുണ്ട്. എന്തായാലും അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ആ കൂത്തുമാടത്തിൻ്റെ അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കുക, അവിടെയും തൊഴുക. കഴിഞ്ഞിട്ട് അയ്യപ്പൻ്റെ അവിടെയും തിരക്കന്നെ കേട്ടോ. അയ്യപ്പൻ്റെ അവിടെ എത്തി തൊഴുക. ധർമ്മശാസ്താവേ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെയും തൊഴുത് അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ തന്നെ അങ്ങോട്ട് കയറാം. പടിഞ്ഞാറ് നട അവിടെ എത്തി അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുരുവായൂർ എത്തിയ പ്രതീതിയും ഗുരുവായൂരപ്പനെ തൊഴുത അമ്മേനെയും ഭഗവതീനെയും ഒക്കെ തൊഴുത അയ്യപ്പനെയൊക്കെ തൊഴുത ഒരു പ്രതീതി ഉണ്ടാവട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പനും ഭഗവതിയും അയ്യപ്പസ്വാമിയും ഗണപതിസ്വാമിയും എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.